വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞോ. ഞങ്ങളങ്ങനെ ഉഷാറാക്കി വീഡിയോ എടുക്കുന്നു. പണ്ടുള്ള ഈത്തപ്പഴത്തെ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. കേട്ടില്ലേ ഇടയിലേക്ക് കണ്ടില്ലേ ഈത്തപ്പഴന്റെ ഇത് കുത്തി കയറ്റിട്ട്. അതിപ്പല്ല ഇപ്പോൾ പഴയ കാലത്തല്ല. പക്ഷെ അത് 2030 നമ്മൾ ഉഷാറാക്കി പറയും. അലിയാര് തങ്ങളും വൈകുന്നേരം വന്നിട്ട് കപ്പിൾസ് ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലത്തിന് താഴത്താണ് പാലം കേട്ടോ. കോട്ട പണ്ടത്തെ കോട്ടയാണ്. 1400 വർഷം മുമ്പുള്ള കോട്ടയാണ്. ഏതെങ്കിലും മരുന്ന് നോക്കിയാൽ മതി. ഈത്തപ്പഴനെ കൊണ്ടാക്കിയത് മേൽക്കൂര. വീടാണ് ഈ വീട്. പേരക്കുട്ടി ഫാത്തിമ എന്നാണ് പേര്. ഖദീജാബിന്റെ ഉമ്മാന്റെ പേരും ഫാത്തിമ എന്നാണ്. ആ പേരെന്താക്കി ഖദീജാബിന്റെ മോക്കുണ്ടാക്കി. ഓഫാക്കണം. അല്ല പറഞ്ഞ നബിയെ ഇന്നത്തെ രാഷ്ട്രീയത്തെ സർക്കാർ എന്താണ് എന്റെ വീട്ടിലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ജാബിറുല്ലാഹിനെ വന്ന് പറഞ്ഞു. 1500ഓളം പേർക്കുള്ള ഭക്ഷണമാണ്, 100 പേർക്കുള്ള ഭക്ഷണമാണ് ജാബിറുല്ലാഹിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ജാബിറുല്ലാഹിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ ഭക്ഷണം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ ജാബിറുല്ലാഹിനോട് പറഞ്ഞു. അങ്ങനെ ജാബിറുല്ലാഹിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. റസൂലുള്ളാഹി തങ്ങൾ ജാബിറുല്ലാഹിന് പോയപാട് എന്താക്കി അനൗൺസ്മെന്റ് ചെയ്തു, ഇന്നത്തെ സൽക്കാരം ബഹുമാനപ്പെട്ട ജാബിറുല്ലാഹിന്റെ വീട്ടിലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ എന്താക്കി അനൗൺസ്മെന്റ് ചെയ്ത്. ആ രാത്രി സ്വഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും ജാബിറുല്ലാഹിന്റെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്തായിരുന്നു മീസാൻ കല്ല്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ പെങ്ങളുടെ വിട്ടില്ല. അവസാനം ചോദിച്ച് സ്വൈര്യം കൊടുത്തില്ല. വിട്ട സമയത്ത് മൂപ്പൻ എന്ത് ചെയ്ത് ഒരു അധിക ഗിഫ്റ്റുമായിട്ട് റബ്ബേ ഞങ്ങളെ ഒരു ഗിഫ്റ്റുമായിട്ട് പോയിട്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങളെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇതിന്റെ സ്വതക്കയാണെന്ന് പറഞ്ഞു. ഇതിന്റെ സ്വതക്കയാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ സ്വതക്ക സ്വീകരിക്കില്ല, അഹ്ലുൽ ബൈത്ത് സ്വതക്ക സ്വീകരിക്കില്ല. അപ്പൊ മുത്തനബി തങ്ങൾ എന്താ ഇവർക്ക് കൊടുത്തോളിന്ന ചൂണ്ടിയിട്ട് ഇവർക്ക് കൊടുത്തോളിന്ന പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം പരിപൂർണ